ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ടാണ് ഒരു വീഡിയോയായിട്ട് വന്നേക്കുന്നത്. പുതിയൊരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് 1 കിറ്റ് മത്തി, കൊച്ചുമത്തി കിട്ടി. ഏകദേശം 1 കിലോ അടുത്ത് മത്തി കിട്ടി. അതിനകത്ത് നല്ല മത്തിയുണ്ട്, കരിച്ചാള മത്തിയുണ്ട്, അങ്ങനെ പല സൈസ് മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കരിച്ചാള മത്തിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് നല്ല സുന്ദരം കൊച്ചുമത്തിയാണ് എടുത്ത് ഞാൻ വെട്ടിയെടുത്തത്. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവിടെ പിടിച്ച കപ്പയുണ്ടായിരുന്നു, നല്ല മഞ്ഞക്കപ്പ. അത് ഞാനത് കുക്കറിൽ എല്ലാം ചെത്തിയെല്ലാം റെഡിയാക്കി എടുത്തിട്ട് കഷ്ണിച്ച് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും എല്ലാം ആക്കി വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നിട്ട് ചീത്തയായോ എന്നൊരു കട്ട പിടിച്ചൊരു അവസ്ഥയിലിരിക്കുന്നു മഞ്ഞപ്പൊടി. അപ്പോൾ അത് നമ്മൾ തരിതരി പോലെ വീഴുന്നില്ല, ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ചിലപ്പം വീഴുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് മഞ്ഞപ്പൊടിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിക്കും ഒക്കെ അങ്ങനൊരു പ്രശ്നമുണ്ട്. മുളക് പൊടി നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു പൂപ്പൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ എന്തായാലും വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അങ്ങനെ ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലില്ല. ഈ കട്ട പിടിച്ച മഞ്ഞപ്പൊടിയാണെങ്കിലും അതുപോലെ കട്ട പിടിച്ച മുളക് പൊടിയാണെങ്കിലും ഒരു ഡാർക്ക് റെഡ് കളർ പോലെ അങ്ങായി. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ ടേസ്റ്റ് വ്യത്യാസം വലുതായിട്ട് പറയാനോ അങ്ങനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സാധനം നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അത് വേസ്റ്റാക്കി കളയണ്ട, അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ, തീർന്നിട്ട് നമുക്കിനി നല്ലത് വാങ്ങിക്കാം എന്ന് കരുതി. അപ്പം അത് വെച്ച് ഞാൻ പിന്നെ ആ കൊച്ചുമത്തി ഞാൻ വെട്ടിയെല്ലാം റെഡിയാക്കി. അത് കുറച്ചെടുത്ത് ഞാൻ നല്ല മാങ്ങായും പിന്നെ പുളിയും വടക്കം പുളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് നല്ല തേങ്ങ അരച്ച് അടിപൊളി ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ മുളക് പൊടിയുടെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ കാണുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. പിന്നെന്താണ്, ഈ മുളക് പൊടിയുടെ കളർ കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയെ ഞാൻ ഈ അരപ്പിന് ചേർത്തുള്ളൂ മീൻ പൊരിക്കുന്നതിന്. അതുകൊണ്ടാണ് അരപ്പ് കുറവ് പോലെ തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു സംഭവം നടന്നു കേട്ടോ, ഞാനത് പറഞ്ഞുതരാം എന്താ സംഭവമെന്ന്. എനിക്കിതൊന്നും ഈ മത്തി പൊരിച്ചിട്ട് നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഫലമില്ലാതായിപ്പോയൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിപ്പം നമുക്ക് പിന്നെ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് വീഡിയോ പോകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും എന്താ സംഭവമെന്ന്. അപ്പം പിന്നെ ഞാൻ തൊട്ട് മുമ്പ് ഞാനിപ്പം പിന്നെ വോയിസ് ഇട്ടതിനകത്ത് ചെറിയൊരു ശബ്ദ എരമ്പൽ വന്നിട്ടുണ്ട്. ആ എരമ്പൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഫാൻ കിടക്കുന്നത് കൊണ്ട് ഫാനിൻ്റെ ശബ്ദമാണ് ഇങ്ങനെ ഒരു എരമ്പൽ പോലെ വന്നത്. പിന്നെ ഞാൻ ആ ഫാൻ ഓഫാക്കിയിട്ടാണ് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പം മത്തിക്കറിയും വെച്ച് മത്തിയും കുറച്ച് പൊരിക്കാനെടുത്ത് ബാക്കി മത്തി എടുത്ത് വെട്ടിയതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. എന്നിട്ട് പിന്നെ അതിനകത്തുള്ള ചെറിയ ഈ കരിച്ചാള, വട്ടമത്തി, അങ്ങനെയൊക്കെയുള്ള മത്തി ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച്. അപ്പോൾ ഈ നല്ല മത്തി മാത്രമേ ഈ സുന്ദരമത്തി മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ വെട്ടി ഇപ്പോൾ എടുത്ത് ഇതൊക്കെ ചെയ്തത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുക്കറും അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം 3 അടുപ്പിൻ്റെ സ്റ്റൗവാണുള്ളത്. പക്ഷേ എല്ലാം അങ്ങ് പിന്നെ വല്ലാതായി, ഇനി എല്ലാം മാറണം. ഇവിടുത്തെ ഒരു രീതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ്, കണ്ടില്ലേ, പേപ്പറൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയേക്കുവാണ്. അപ്പോൾ ഇനിയും കിച്ചണിനകത്തൊക്കെ ഒത്തിരി മാറ്റകയറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 10-30 വർഷം പഴക്കമുള്ളൊരു വീടാണ്, ചെറിയൊരു വീടാണ്, 10-30 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിനകത്തിന് കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പതിയെ എല്ലാം ചെയ്യാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ വയറിങ് എല്ലാം മാറ്റി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം ചോർച്ചയുണ്ട്, അപ്പോൾ അത് മേളിൽ തേച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം. അപ്പോൾ അതിപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മഴ പെയ്യുന്നുണ്ട്, അത് തേക്കാൻ പറ്റുന്നില്ല, അങ്ങനൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. പിന്നെ വയറിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡാണല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടയും കൂടെ പൊരിക്കുവാണ്. ചോറിൻ്റെ കൂടെ മീൻ പൊരിച്ച് കൊടുത്താലും മുട്ട വേണം പിള്ളേർക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട ഒരെണ്ണം എടുത്ത് പൊരിച്ച് അതും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനെല്ലാം പതിയെ, അപ്പോൾ ഈ ഇപ്പം മീൻ പൊരിച്ച് ഇരിക്കുന്ന അടുപ്പിന് തീ കുറവാട്ടാ.
അപ്പോൾ ഈ ഇരുമ്പ് ചട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കാതൊക്കെ എടുത്തങ്ങ് ഒതുക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പം ഞാൻ ഈ ഇരുമ്പ് ചട്ടിയല്ലേ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലുള്ള സാധനങ്ങൾ പൊരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഇരുമ്പ് ചട്ടി ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഗൾഫുകാർക്കൊക്കെ ബീഫും ചിക്കനും ഒക്കെ വറുത്ത് പാഴ്സൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചട്ടിയിൽ മീൻ പൊരിച്ചെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് മാറിയതുമല്ല, എല്ലാം കൂടെ ദാ കിടക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് മറിഞ്ഞ് ചട്ടിയിലോട്ട് വീണിട്ട് ചട്ടി മറിഞ്ഞ് താഴോട്ട് വീണ് എൻ്റെ ചട്ടി അങ്ങ് പൊട്ടിപ്പോയി. ആ ഇരുമ്പ് ചട്ടി അങ്ങ് ഒരു ഭാഗം മൊത്തം അങ്ങ് പീസായിട്ട് അങ്ങ് പൊട്ടിപ്പോയി. എൻ്റെ കാലിൽ വിരലിലോട്ടാണ് വീണു. പക്ഷേ വിരലിനൊന്നും പറ്റിയില്ല, എന്നാലും ആ ചട്ടി പൊട്ടി, മീനും പോയി, എല്ലാം പോയി, ആകെ വിഷമമായിപ്പോയി. അങ്ങനെ എത്രയോ വർഷം കൊണ്ട് 10-30 വർഷത്തിന് മുമ്പ് പഴക്കമുള്ളൊരു ചട്ടിയായിരുന്നു ഇരുമ്പ് ചട്ടി. അപ്പോൾ അതിന് സത്യം പറഞ്ഞാലോ അതിന് വില പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദാണ്ടെ കപ്പ താളിക്കാൻ വേണ്ടി എടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണയും കടുകും ഉണക്കമുളകും താളിച്ച് അങ്ങോട്ടിട്ട് കപ്പയിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ പിന്നെ കപ്പ താളിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.